ഇന്നലെ രാത്രി നമ്മളൊരു പ്ലാൻ ഇട്ടിരുന്നു. ഇന്ന് എക്സാം കഴിഞ്ഞ ഉടനെ ഫ്രഞ്ച് കോളനി പോകാന്നുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടാണ് വന്നത്. പക്ഷെ എന്താ വെച്ചാൽ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെ തീർക്കാന്ന് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ചു ഗൈസ്. ബിരിയാണി കഴിച്ചപ്പോൾ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു കോഫി കുടിക്കാൻ വീണ്ടും വന്നു. കോഫിയുടെയും പരിപാടി കഴിഞ്ഞ ശേഷം ഗൈസ് നമ്മളൊരു ബസ് കയറി. അതിനുശേഷം പിന്നെ ഒരു കുഞ്ഞു വാനാട്ടോ അങ്ങോട്ടേക്ക് പോകാനുള്ളത്. വാനാണോ ഒരു ചെറുതാണെങ്കിൽ പോരും ഗൈസ്. അത്യാവശ്യം ആൾക്കാർ കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് കൂടാണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു. അവർ നിന്നിട്ടാണ് പിന്നെ പോയിന്ന്. അപ്പം വാൻ്റെ കപ്പാസിറ്റികളൊന്നും ആലോചിച്ചു. ഫ്രഞ്ച് കോളനിയിൽ എത്തിയപ്പോൾ നേരെ പോയത് നമ്മൾ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഏരിയയിലാട്ടോ. നല്ല രസമുണ്ട് അവിടുത്തെ ക്രാഫ്റ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുടിഞ്ഞ വിലയാണ്. ഒരു ബ്രേസ്ലെറ്റിന് പോലും 80, 150 അമ്മാരി വില കേട്ടോ. നമ്മളവിടെ 50 എന്ന് തോന്നുന്നു. പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി കേട്ടോ. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ക്രാഫ്റ്റ് വർക്ക്. നമ്മുടെ ബാഗിന് പോലും 3000, 4000 അത്രയും വില വരുന്നുണ്ട് കേട്ടോ. അതിനത്ര ക്വാളിറ്റി ഉള്ള പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തും ഉണ്ട്, വില കുറഞ്ഞതും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു മിനിമം വില എനിക്ക് എല്ലാത്തിനും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് കറങ്ങാറിറങ്ങിയിട്ടോ ഗൈസ്. മെയിൻ നമ്മൾ ഉദ്ദേശം ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ 2-3 ഫോട്ടോ എടുത്ത്. ഈ പൂവുണ്ടോ എനിക്ക് നിലത്തുനിന്ന് കിട്ടിയ. പക്ഷെ നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കാൻ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. ഇവരിപ്പോഴും അതിനോട് നിന്ന് ഇറങ്ങി വരുന്നുള്ളൂ. അപ്പോൾ ഇവർ പറയണം ഇന്ന സാധനങ്ങൾ വാങ്ങി, ഇന്നത് വാങ്ങിട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തോളൂ. അടിപൊളി സാധനങ്ങളാട്ടോ. പിന്നെ ഞാൻ കണ്ടുവരുന്നൊരു മത്സരം നൽകി കോലത്തിൻ്റെ കാര്യത്തിലാട്ടോ. കോലം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അവിടെ ഇടുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാൻ. വരക്കുന്ന കാണാൻ നല്ല രസമാണ്. ചിലവരത് കളർഫുള്ളായിട്ട് അടിപൊളിയാക്കിയിട്ട്, ചിലർ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലോട്ട് കേട്ടോ. പിന്നെ അടുത്ത നമുക്കൊരു മതിൽ കിട്ടിയിട്ടോ. അവിടെ നിന്നാണ് അടുത്ത ഫോട്ടോഷൂട്ട് എന്ന് പറയാം. പക്ഷെ അത് ബ്ലൂ ഉള്ളവർക്ക് മാത്രമേ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അധികം ബ്ലൂ ഇട്ട ടീമാണ് നമ്മളതിലുള്ളത്. ഇപ്പോൾ ഓരൊക്കെ അവിടെ നിന്നിട്ട് മുതലാക്കുന്നുണ്ട്. ഞാൻ 2-3 എടുത്ത് കഴിച്ചു. പക്ഷെ എനിക്കെന്തോ എൻ്റെ ഡ്രസ്സിനോടൊരു മാച്ച് ഇല്ലാത്ത പോലെ. ഞാൻ പർപ്പിളും തപ്പി അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയാൽ നമുക്ക് എടുക്കല്ലോ വെച്ചിട്ട്. പക്ഷെ ഇതുവരെ പർപ്പിൾ കിട്ടിയില്ല. പക്ഷേ ഈ ബ്ലൂ ഏരിയ നല്ല രസമുണ്ട്, അടിപൊളി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയുണ്ടാവും. ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ എസ്പെഷ്യലി ഞാൻ ഈ പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനി എന്തായാലും പ്രിഫർ ചെയ്യും കേട്ടോ. അത്രയും അടിപൊളിയാണ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് സിനിമാ നടൻ ആര്യൻ്റെ ഷൂട്ട് നടക്കണം അവിടെ. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനുള്ളിൽ കൂടെ കയറി നോക്കിയിട്ട് എന്താ പരിപാടി എന്നുള്ളത്. പക്ഷെ അല്ലാണ്ട് എതിർക്കൊന്നുമില്ല, നിങ്ങൾ പോവാണെങ്കിൽ പോയി നോക്കി. പക്ഷെ വീഡിയോ എടുക്കണ്ട നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ചില സമയത്ത് വീഡിയോ എടുത്താൽ ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഗൈസ് ഞാൻ തപ്പി ഇറങ്ങിയ ബിൽഡിംഗ് എത്തി. പർപ്പിൾ മാച്ച് ഗൈസ്. പക്ഷേ ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല, അതങ്ങ് ഫ്ലോപ്പായി. പക്ഷെ അതല്ലാണ്ട് ഞാനൊരു 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ വാൾ വെച്ചിട്ടായിരുന്നു. നല്ല രസമുണ്ട്, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ കഴിച്ച് നമ്മൾ വീണ്ടും ഓരോരുത്തരുടെ ഡ്രസ്സ് അനുസരിച്ച് ഓരോരുത്തരുടെ വാൾ കണ്ടുപിടിക്കുക സംഭവം അവിടെ ചെയ്തിട്ടുള്ളത്. ബീച്ചിലേക്ക് പോകണ്ടെന്നുള്ളൊരു ആദ്യം മൈൻഡ് ഉണ്ടായിരുന്നു. ബീച്ചിലേക്ക് പോകണ്ട, തിരിച്ചു പോകാന്നുള്ളതായിരുന്നു. കാരണം ആർക്കൊന്നും വയ്യ, എല്ലാവരും ടയർഡായിട്ട് കിടക്കണം. പിന്നെ ഇന്ന് നൈറ്റ് ആണെങ്കിൽ തിരിച്ചു പോകണം, ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാണ്ട്. അപ്പോൾ ആ മൈൻഡിലേക്കാണ് ഒന്നാമത് ഇങ്ങോട്ട് ഫ്രഞ്ച് കോളനിലേക്ക് എത്തി തന്നെ. പക്ഷെ പിന്നെ നമ്മൾ വിചാരിച്ചൊന്ന് ബീച്ചൊക്കെ കണ്ട് നൈസായിട്ട് പോകാന്നുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ട് ഗൈസ്. ബീച്ചാണെങ്കിലും അതിൻ്റെ വൃത്തിയിൽ അടിപൊളിയായിട്ട് ഹൈവേ പോലെ കണ്ട് കാണാൻ ഓരോന്ന്. ബിൽഡിങ് ഭയങ്കര രസമാട്ടോ. അവിടുത്തെ ബിൽഡിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളാണ് ഓരോരുത്തരും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലവർ ആ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പുറത്തെ ഏരിയയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മളെ കുട്ടി വാന് വന്നിരിക്കുകയാണ്. നല്ല രസമാട്ടോ വാനെ കുറിച്ച് പറയണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. യാത്രക്ക് ഭയങ്കര സുഖം. സത്യം പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ തോന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എന്നാൽ നാളെ വരാമെന്ന്. കാരണം എന്താ വെച്ചാൽ ഇന്ന് അത്രമാത്രം ക്ഷീണമുണ്ട്. എക്സാം കഴിഞ്ഞ് നേരെ ഫ്രഞ്ച് കോളനിയിലേക്കല്ലേ പോയത്. പിന്നെ അവിടുന്ന് ബസ് കയറാണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി. പിന്നെ നൈറ്റ് 1 മണിക്കൂറായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര. റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ 3 ആളാണെന്ന് പോകുന്നത്. ബാക്കി എല്ലാവരും നാളെയാണ് പോകുന്നത്. കാരണം വർക്കിന് കാരണമല്ലോ വെച്ച് ഗൈസ്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കൊതുകുണ്ട് കേട്ടോ. രാത്രി നമ്മളൊരു 1:30 തോന്നുന്നു ട്രെയിൻ കയറിയത്. പകല് അതായത് ഉച്ചക്ക് നമ്മൾ അതേപോലെ തന്നെ 1:30 ആയിട്ടുണ്ട് തിരിച്ചെത്താൻ വേണ്ടിട്ടോ. പിന്നെ ഞാൻ ഓട്ടോ കയറി ഗൈസ് വീട്ടിലെത്തി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്.